നമ്മളിന്നൊരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ പ്രോബ്ലത്തിൻ്റെ പേര് യാഹ്യ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ 6.2 എന്നുള്ള പ്രോബ്ലത്തിൽ ബി പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഒരു ഡെറിവേഷനാണ്. അപ്പോൾ 6.2 ബി യാഹ്യ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ഗ്യാസ് ഗാമകൾ 1.4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പം ഗീവൺ എഴുതി പോവുക. ഗാമ ഇക്വൽ ടു 1.4, ഗാമ ഇക്വൽ ടു 1.4 ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം നമുക്ക് വേണ്ട, നമുക്ക് എസ് യൂണിറ്റ് മതി. ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. കിലോ കളയാൻ വേണ്ടിയിട്ട് 287 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അറ്റ് മാക് നമ്പർ ഓഫ് 1.8, മാക് നമ്പർ 1.8, m equal to 1.8, p equal to 0.8 bar, p equal to 0.8 ബാർ നമുക്ക് വേണ്ട, നമുക്ക് എസ് ഐ യൂണിറ്റ് വേണം. ഇൻറ്റു 10⁵ ചെയ്താൽ മതി. അപ്പോൾ അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും, അഥവാ പാസ്കൽ. ഷോർട്ട് ഫോം പാസ്കൽ, ഷോർട്ട് ഫോം അല്ല, അനദർ നെയിം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൻ്റെ മറ്റൊരു പേര് പാസ്കൽ. ടി ഈക്വൽ ടു 373 കെൽവിൻ. പാസസ് ത്രൂ എ നോർമൽ ഷോക്ക്. ഒരു നോർമൽ ഷോക്ക് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ ഷോക്ക് ഇങ്ങനെയല്ലോ, ഷോക്കിന് മുമ്പ് എക്സ്, ഷോക്കിന് ശേഷം വൈ. പാസസ് ത്രൂ എ നോർമൽ ഷോക്ക്. ഡിറ്റർമിൻ ഇറ്റ്സ് ഡെൻസിറ്റി ആഫ്റ്റർ ദി ഷോക്ക്. ടു ഫൈൻഡ് ഡെൻസിറ്റി ആഫ്റ്റർ ഷോക്ക്. ആഫ്റ്റർ ഷോക്കിൻ്റെ സിമ്പിൾ വൈ ആണ്. ഡെൻസിറ്റി ആഫ്റ്റർ ഷോക്ക് റോ വൈ. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും, ഇത് രണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇതപ്പോൾ എന്തായിരിക്കും, ബിഫോർ ഷോക്കാണ്, പി എക്സ് ടി എക്സ്. കമ്പയർ ദിസ് വാല്യൂ ഇൻ എൻ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അപ്പോൾ ഐസെൻട്രോപ്പിക് കംപ്രഷനിൽ ഈ വാല്യൂ കമ്പയർ ചെയ്യാം. അപ്പോൾ റോ വൈ ഐസെൻട്രോപ്പിക് ആയിട്ട്, ഷോക്കിന് പകരം ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയിരുന്നെങ്കിൽ, ഷോക്കുള്ള പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്, ഐസെൻട്രോപ്പിക് അല്ല, ഒരു ടോട്ടലി ഡിഫറെൻറ്റ് പ്രോസസ്സാണ് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റോ വൈ ഐസെൻട്രോപ്പിക്, അതിന് വേറെ ഇക്വേഷനാണ്. അതിൻ്റെ വാല്യൂ എന്താണെന്ന് പറയണം. ഫോർ ദിസ് സെയിം പ്രഷർ റേഷ്യോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എന്താ വേണ്ടത്, ടു ഫൈൻഡ് റോ വൈ ആണ് അല്ലേ. അപ്പോൾ റോ വൈ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇക്വേഷൻ വേണം അല്ലേ. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ടു ഫൈൻഡ് റോ വൈ, ഷോക്ക് ഉള്ള റോ വൈ. ഷോക്കില്ലാത്തതാണ് നമ്മൾ പ്രത്യേകം എടുത്ത് എഴുതുമല്ലോ ഐസെൻട്രോപ്പിക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതണമെന്നില്ല. അപ്പോൾ റോ വൈയുടെ ഇക്വേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, റോയുടെ എന്തെങ്കിലും ഇക്വേഷൻസ് ഓർമ്മയിൽ വരുന്നുണ്ടോ, റോ വൈ ബൈ റോ എക്സ് എന്നുള്ളൊരു ഫോർമാറ്റ് മനസ്സിലേക്ക് വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ ബുക്ക് നോക്കാം. ഡാറ്റ ബുക്കിൽ ഇൻഡെക്സിൽ നോക്കി കഴിയുമ്പോൾ ഇൻഡെക്സിൽ കുറച്ച് തിയറി ഉണ്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ. ഐസെൻട്രോപ്പിക് ഫ്ലോ ഇൻ പെർഫെക്റ്റ് സ്റ്റാർട്ടിങ് ഭാഗത്തായിട്ടായിരിക്കും തിയറി ഉണ്ടാവുക. തിയറി എവിടെയുള്ളത്, ഏത് പേജിലാണ് തിയറി എന്നതിൽ എഴുതിയിട്ടില്ല. നോർമൽ ഷോക്കിന് തൊട്ട് മുമ്പാണെങ്കിൽ അതിൻ്റെ പേജ് നമ്പർ എത്രയായിരുന്നു, 47-ൽ പോയി നോക്കി നോക്കാം. 47-ൽ അതിൻ്റെ തിയറി ഉണ്ടോ, അല്ലെങ്കിൽ തിയറികളെല്ലാം ഒരുമിച്ചാണോ. നേരത്തെ പ്രോബ്ലം നോക്കിയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. 47-ാമത്തെ പേജിൽ കാണുന്നത് ഇതിന് മുമ്പിൽ 47-ന് മുമ്പിൽ 46-ൽ വേറെ വാല്യൂ ആണ്. ഗ്യാസ് ഗാമയുടെ വാല്യൂ 1.67 എന്ന് പറഞ്ഞിട്ടും ഐസെൻട്രോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നേരെ അങ്ങോട്ട് എന്താണ് 46 കഴിഞ്ഞ് 47 എന്ന് പറയുന്ന പേജിൽ നോർമൽ ഷോക്ക് നേരെ തുടങ്ങണം. അതിൻ്റെ അർത്ഥം വാല്യൂസ് എല്ലാം ഒരുമിച്ച് ചെയ്തിട്ട് തിയറി എല്ലാം ഒരുമിച്ചാണെന്നാണ്. അപ്പോൾ തിയറി സ്റ്റാർട്ടിങ് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. നൊട്ടേഷൻ ഇൻട്രൊഡക്ഷൻ, അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്തായിരിക്കും. പേജ് നമ്പർ 1 or 2 എവിടെയെങ്കിലും ആയിരിക്കും. പേജ് നമ്പർ 1-ൽ എന്താ ഉള്ളത്, കുറച്ച് നൊട്ടേഷൻസ് ആണ് ഉള്ളത്. എന്താണ് വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ സിമ്പിൾ, സി ഫ്ലൂയിഡ് വെലോസിറ്റി, സി പി സെസിക്യൂറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അല്ല ക്വസ്റ്റ്യനിൽ ഡൗട്ട് വല്ലതും തോന്നുകയാണെങ്കിൽ ഇതിൽ വായിച്ചു നോക്കിയാൽ മതി. എന്താൽപ്പി ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, നോക്കേണ്ട കാര്യമാണ്. മാക്സിമം പൈപ്പ് ലെങ്ത് റിക്വയർഡ് ഫോർ ചോക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാവിയിൽ പഠിക്കും അടുത്ത മൊഡ്യൂളിൽ. എൽ മാക്സ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ സിമ്പിൾസ് അതുപോലെ കണ്ട സബ്സ്ക്രിപ്റ്റ്, വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഓഫ് നോർമൽ ഷോക്ക്, എക്സ് എന്ന് പറഞ്ഞാൽ അപ് സ്ട്രീം ഓഫ് നോർമൽ ഷോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എസ് ഫോർ ഐസെൻട്രോപ്പിക്. അപ്പോൾ സ്റ്റാർ കറസ്പോണ്ടിങ് ടു ചോക്കിംഗ് കണ്ടീഷൻ ഈക്വൽ ടു 1. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ അടുത്ത പേജിൽ ഒന്ന് പോയി നോക്കി നോക്കാം. അടുത്ത പേജിൽ പോയി നോക്കുമ്പോൾ ഇവിടെയാണ് തിയറി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെയാണ് തിയറി ഉള്ളത്, നേരത്തെ കണ്ടതാണ് തിയറി. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോയി, അടുത്ത പേജിൽ ഇവിടെയാണ് നോർമൽ ഷോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പേജ് നമ്പർ 5. പേജ് നമ്പർ 5-ൽ കണ്ടില്ലേ, പേജ് നമ്പർ 5-ൽ സ്റ്റാർട്ടിംഗ് ഉള്ളത് ടി നോട്ട് എക്സ് ഇങ്ങനെ
വന്ന് ഇതിൽ ഡെൻസിറ്റിയുടെ റിലേഷൻ റോ വൈ ബൈ റോ എക്സ് ഈക്വൽ ടു പി വൈ ബൈ പി എക്സ് ഇൻറ്റു ടി എക്സ് ബൈ ടി വൈ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ബൈ ടി എ വൈ ബൈ ടി എക്സ് എന്ന് എഴുതാം. പി വൈ ബൈ പി എക്സ് ബൈ ടി വൈ ബൈ ടി എക്സ് എന്ന് പറയാം. അതാണ് കൂടുതൽ സൗകര്യം പറയാം. എഴുതുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എളുപ്പം എഴുതാൻ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ്? റോ വൈ ബൈ റോ എക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു ഫൈൻഡ് റോ വൈ കാണണം. റോ വൈ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന റിലേഷൻ എന്താണ്? റോ വൈ ബൈ റോ എക്സ് ഇക്വൽ ടു എന്താണ്? നേരത്തെ കണ്ടില്ല, ഇപ്പം തന്നെ കണ്ടില്ല ഇവിടെ ഡാറ്റ ബുക്കിൽ പി വൈ ബൈ പി എക്സ് ഞാൻ ഇങ്ങനെ എഴുതാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പി വൈ ബൈ പി എക്സ് ബൈ ഇങ്ങനെയല്ല എഴുതുന്നത്, ഞാൻ പകരം ടി വൈ ബൈ ടി എക്സ്. ഇത് ചെയ്ത് വരുമ്പോൾ എന്താവും? തിരിഞ്ഞിട്ട് പ്രതി വരുമെന്ന് പറയാം. തിരിഞ്ഞിട്ട് ഈ ഫോർമാറ്റിലേക്ക് ആവും, ടി എക്സ് ബൈ ടി വൈ ആവും. അപ്പോൾ ഇങ്ങനെ എഴുതിയുള്ള ഗുണം എന്ന് വെച്ചാൽ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇത്ര എളുപ്പമുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ വന്നു എന്നുള്ളത്, ഈ വന്ന നമുക്ക് ഡെറിവേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ചെറുതായിട്ടൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, പി വി ഈക്വൽ ടു ആർ ടി എന്നുള്ളതിൻ്റെ സംഭവം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പി വി ഈക്വൽ ടു ആർ ടി, അതിൽ വി എന്ന് 1/ρ ആണ്. അത് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പി ഈക്വൽ ടു റോ ആർ ടി. ഇതൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. റോ അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് വരും? പി ബൈ ആർ ടി ഈക്വൽ ടു റോ. അപ്പോൾ റോ റേഷ്യോ എന്ന് പറയുമ്പോൾ പി റേഷ്യോ ബൈ ടി റേഷ്യോ വരുമല്ലോ, ആറ് കട്ടായി പോയി കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് രണ്ട് സൈഡിൽ റേഷ്യോ എടുത്ത് നോക്കിയേ, P1 ബൈ P2 എന്നോ എന്തെങ്കിലും വിളിക്കാം. P1 ബൈ P2 ബൈ T1 ബൈ T2 ഈക്വൽ ടു റോ 1 ബൈ റോ 2 അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റേഷ്യോ എന്ന് മനസ്സിലില്ല. അപ്പോൾ പി വൈ, അപ്പോൾ നമുക്ക് റോ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ റോ എക്സ് ഓൾറെഡി ഗീവൺ ആയിരിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇതല്ലെങ്കിൽ അറിയേണ്ട ഈ സൈഡല്ലാതെ. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല. ടു ഫൈൻ റോ വൈ അല്ലേ? ടു ഫൈൻ റോ വൈ. അപ്പോൾ റോ എക്സ് ഗീവൺ ആണോ? റോ എക്സ് നോട്ട് ഗീവൺ. അപ്പോൾ എന്ത് ചെയ്യും? റോ എക്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം പി വി ഈക്വൽ ടു ആർ ടി. പി ഈക്വൽ ടു ഈ സംഭവം പ്രകാരം എന്താണ്? റോ ഈക്വൽ ടു പി ബൈ ആർ ടി. അപ്പോൾ റോ എക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണമെങ്കിൽ ഒന്ന് എടുത്ത് എഴുതാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നേരിട്ട് എഴുതാം. ആദ്യം തന്നെ റോ ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് വേണമെങ്കിൽ ഇതിന് ശേഷം റോ എക്സ് ഈക്വൽ ടു പി എക്സ് ബൈ ആർ ടി എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ പി എക്സ് ഒക്കെ ഗീവൺ ആണോ? ക്വസ്റ്റ്യനിൽ പി എക്സ് ഗീവൺ ആണോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് പേജിൽ പി എക്സ് ഗീവൺ ആണ്. 0.8 × 10⁵. 0.8 × 10⁵. പി എക്സ് ഗീവൺ ആണ്. പിന്നെ ടി എക്സ് 373. പിന്നെ ഗാമിയുണ്ട്. അല്ല, ആറാണ് ഫസ്റ്റ് സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 287. ഇപ്പോൾ 287 ഇൻറ്റു ടി എക്സ് എത്രയാണ്? 373. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതാണ്, 0.747 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് അറിയാമല്ലോ, എസ് ഐ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. അപ്പോൾ റോ കിട്ടി. വേണമെങ്കിൽ ഒരു ബോക്സിലാക്കി വയ്ക്കാം. പിന്നെ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനെ റോ എക്സ് ഇതിൽ വട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ റോ എക്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്താൽ മതി? റോ എക്സ് അപ്പോൾ ഗീവൺ ആയി എഫക്റ്റായി. ഈ റോ വൈ, അപ്പോൾ ഇതെല്ലാം കിട്ടണം. അപ്പോൾ പി വൈ ബൈ പി എക്സ് കിട്ടണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യണോ അതോ ടേബിളിൽ നോക്കണോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സമയം കളയണ്ട, നമ്മൾ നേരെ ഡാറ്റ ബുക്കിൽ പോയി നോക്കിയിട്ട് നേരെ വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ഇക്വേഷൻ വഴി, രണ്ടാമത്തെ മെത്തേഡ് ഡാറ്റ ബുക്ക് വഴി. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ഈസി മെത്തേഡായിട്ടുള്ള ഡാറ്റ ബുക്കിലേക്ക് നേരെ പോകും. കൂടുതൽ ആക്യുറസി അത് തന്നെയാണ്. അപ്പോൾ ഡാറ്റ ബുക്കിൽ നമ്മൾ എവിടെ പോയി തപ്പേണ്ടത്? പി വൈ ബൈ പി എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മാക്ക് നമ്പറിലായിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റ ബുക്കിൽ ഒന്ന് പോയി നോക്കി നോക്കാം. ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ ഓർമ്മയുണ്ടോ? എത്രയായിരുന്നു? 28 അങ്ങനെ ആയിരുന്നു. 28 ഐസെൻട്രോപ്പിക് ആണെന്ന് തോന്നുന്നു അല്ലേ? 28 എവിടെയാണ്? ഐസെൻട്രോപ്പിക് ആണ്. 40 ആണോ? അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹെർട്ട് ഇത് പരിചയത്തിൻ്റെ ഓർമ്മയുടെ പുറത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡെക്സിൽ പോയി നോക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ളത്, ഏറ്റവും നല്ല പരിപാടി അതാണ്. നോർമൽ ഷോക്കിംഗ് പെർഫെക്റ്റ് ഗ്യാസ് 47. ഇതിൽ ബൈ ഹെർട്ട് പഠിച്ചു വയ്ക്കുക 47. ഐസെൻട്രോപ്പിക് എത്രയായിരുന്നു? 21. 47 നേരെ പോകണം. 1.3 ആണോ 1.4 ആണോ? നമ്മുടെ ഗാമ എത്രയാണ്? 1.4 ആണ് നമ്മുടെ ഗാമ. 1.4 ആണ്. 1.4 ആയ സ്ഥിതിക്ക് നമ്മൾ പോകേണ്ടത് ഇവിടേക്കാണ്. പേജ് നമ്പർ 52 ഒന്ന് പോവാം. 52 വരട്ടെ. 52 വന്നു. 52-ൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് എന്തൊക്കെയുണ്ട്? അതിൻ്റെ ഹെഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെഡർ കാര്യങ്ങളൊക്കെ അനങ്ങാണ്ട് നിൽക്കാൻ പറയാം കേട്ടോ. ഓക്കെ, ഇത് എത്ര വേണ്ടത് വാല്യൂ? മാക്ക് നമ്പർ എത്രയാണ് വേണ്ടത്? മാക്ക് നമ്പർ ക്വസ്റ്റ്യനിലേക്ക് ഗീവൺ ആണോ നോക്കാം.
എം എക്സ് ഇക്വൽ ടു 1.8. അപ്പോൾ 1.8 ആണ് മാക് നമ്പർ. എം എക്സ് ഇക്വൽ ടു 1.8 നമുക്ക് എടുക്കാം. 1.8 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. 0.8 എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ സംഖ്യയല്ലേ, അപ്പോൾ അടിയിലേക്ക് പോവാം. ഈ പേജിൽ ഉണ്ടാവാൻ സാധ്യത ഇല്ല. അടുത്ത പേജിലേക്ക് പോവാം. 1.8 ഇതേ കിടക്കുന്നു. 1.8 ഓക്കെ. അപ്പോൾ ഈ കാണുന്ന വാല്യൂസിലേക്ക് മൊത്തം എടുത്ത് എഴുതാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ ബുക്ക് പോകുന്നു, നമ്മുടെ പേജിലേക്ക് പോകുന്നു. Py/Px ഈക്വൽ ടു കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രം ഗ്യാസ് ടേബിൾസ് ഫോർ ഗാമ ഈക്വൽ ടു 1.4, എം ഈക്വൽ ടു എം എക്സ് ഈക്വൽ ടു എത്രയായിരുന്നു? എം എക്സ് 1.8. അപ്പോൾ എം എക്സ് 1.8, എം എക്സ് ഉണ്ട്, എം വൈ ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ള ഡാറ്റ ബുക്കിൽ Py/Px ഉണ്ട്, Ty/Tx ഉണ്ട്, P0y/P0x ഉണ്ട്, P0y/Px ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ. അപ്പോൾ എം വൈ എത്രയാണ്? എം വൈ 0.616, പിന്നെ 3.613, 1.532, പിന്നെ ഇവിടെ ഇത് 0.813, പിന്നെ ഇതുള്ളത് ഇത് 4.670. ഇത്ര വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? Py/Px. Py/Px കിട്ടിയ റേഷ്യോ എത്ര കിട്ടിയിട്ടുള്ളത്? 3 കറക്റ്റ് തന്നെയല്ലത്? ഒരു സംശയം ഉണ്ടോ? 3.613 കറക്റ്റാണ്. 3.613. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ Py/Px ഇവിടെ ഇതിലും മതി. ഫ്ലോയിൽ എഴുതുമ്പോൾ നോർമൽ ഫ്ലോ ഓഫ് ഇങ്ങനെയല്ല എഴുത്തിൻ്റെ. അപ്പോൾ 3.613 Ty/Tx എടുത്ത് എഴുതേണ്ട കാര്യമില്ല ശരിക്കും. വേണമെങ്കിൽ ഒന്ന് മാഷന്മാരിന് വാല്യൂം പ്രശ്നം വരണ്ട, എടുത്ത് എഴുതി. ഇതിന് ഇവിടെ അണ്ടർസ്റ്റുഡാണ് നല്ല എടുത്ത് എഴുതുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. ഇത് ശരിക്കും അങ്ങനെ നമ്മൾ നോക്കണമെങ്കിൽ എല്ലാം രണ്ടാമത് എഴുതേണ്ടി വരുമല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്നും ഇങ്ങനെ വെറുതെ എഴുതിയിട്ട് ഇതാവേണ്ട കാര്യമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യാം? അത് ചെയ്താൽ മതി. ρy/ρx ഈക്വൽ ടു Py/Px/Ty/Tx. Py/Px എത്രയാണ്? Py/Px 3.613 ആണ്. Ty/Tx അടിയിൽ വേണ്ടത് 1.532. രണ്ടുകൂടിയും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിട്ട് കിട്ടുക? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 2.358 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ρy/ρx ഇത് കിട്ടിയ സ്ഥിതിക്ക് എന്താണ്? വിച്ച് ഇംപ്ലൈസ് ρy ഈക്വൽ ടു 2.538 ഇൻറ്റു ρx, വിച്ച് ഇംപ്ലൈസ് എന്താണ്? 2.538 ഇൻറ്റു ρx എവിടെ കിടക്കുന്നുണ്ട്? 0.747. അത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 1.7611. 14 യൂണിറ്റ് അറിയാലോ, kg/m³. അപ്പോൾ ρy കിട്ടി. അപ്പോൾ Py ഈക്വൽ ടു Py അല്ലല്ലോ ρy. അപ്പോൾ ρy കിട്ടി. അപ്പോൾ റോയ് കിട്ടി നമ്മൾ എടുത്ത് എഴുതണ്ടേ? ഫസ്റ്റ് പേജിലേക്ക് എടുത്ത് എഴുതണം. റോയുടെ വാല്യൂ 1.76 അല്ലേ? 1.7614 kg/m³. ഇനി അടുത്തത് എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ് ആണ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? ടു ഫൈൻഡ് റോവൈ ഐസെൻട്രോപിക് പ്രോസസ് ഫോർ സെയിം പ്രഷർ റേഷ്യോ. അപ്പോൾ ഇതിന് വേണ്ട റിലേഷൻ നിങ്ങൾക്ക് അറിയണം. ഇതിൻ്റെ റിലേഷൻ പണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ ρy/ρx ഈക്വൽ ടു എന്ത് വരും? Py/Px ഹോൾ റൈസ് ടു. ഇത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയുള്ളതാണ്? പണ്ട്, വളരെ പണ്ട് തെർമോഡൈനാമിക്സിലേക്കുള്ള സംഭവമാണിത്. എന്ത്? ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ കേസിലുള്ള കേസ്. അപ്പോൾ ഇത് Py/Px ഓൾറെഡി നമുക്ക് അറിയാമല്ലോ. Py/Px എത്ര കിട്ടിയിട്ടുള്ളത്? ഇവിടെ മുമ്പ് കിട്ടിയിട്ടുണ്ട്. Py/Px നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല, തൊട്ടുമ്പത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. Py/Px എവിടെ കിടക്കുന്നുണ്ട്?
3.613 ഇവിടെ ഉണ്ട്. അപ്പോൾ 3.613 റേസ് ടു 1 ബൈ ഗാമ എത്രയായിരുന്നു? 1.4. ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? ഇതിൻ്റെ വാല്യൂ 2.5 എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് എന്താണ്? റോ വൈ ഈക്വൽ ടു 2.5 ഇൻറ്റു റോ എക്സ് ഇംപ്ലൈസ് അല്ലെങ്കിൽ അടിക്ക് എഴുതാം 2.5 ഇൻറ്റു റോ എക്സിൻ്റെ വാല്യൂ നേരത്തെ കിട്ടിയ വാല്യൂ ഇത്രയാണ് 1.7. ഓർമ്മയില്ലേ? ഇത്രയായിരുന്നു 0.7. അതെ 0.747 ആയിരുന്നു. 0.747 ഫോർമുല ഒന്നുകൂടി നോക്കാൻ വേണമെങ്കിൽ നമുക്ക് 99 പേജിലുണ്ടാവും. 0.747. അപ്പോൾ 0.747 ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 1.8675 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ റോ വൈ കിട്ടി. അപ്പോൾ ഇതിന് വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ ഒരു ബോക്സിലിട്ട് വയ്ക്കുക. ബോക്സിലിട്ട് ഇവിടെ എന്ത് ചെയ്യുക? റോ വൈ എന്ന് പറഞ്ഞിട്ട് വട്ടിട്ട് വയ്ക്കുക. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ റോ വൈ എന്ന് എടുത്തതുണ്ട് 1.8675 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കമ്പയർ ചെയ്തില്ലേ? ഇനി കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കമ്പയർ ദിസ് വാല്യൂ ഇൻ ഐസെൻട്രോപിക് കംപ്രഷൻ വിത്ത് സെയിം പ്രഷർ റേഷ്യോ. ഏതാ കൂടുതൽ എന്ന് പറഞ്ഞാൽ മതി. കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ കൂടുതൽ തോന്നുന്നത്? ഇതിലേതാ? ഐസെൻട്രോപിക് ആണോ ഷോക്കാണോ കൂടുതൽ തോന്നുന്നത്? SHOCK ഷോക്ക്. ഇതാണ് ഐസെൻട്രോപിക് വാല്യൂ ഓഫ് ഡെൻസിറ്റീസ് ഹയർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം, അവസാനം എഴുതാം, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഇതാണ് റോ വൈ ബൈ റോ എക്സ്. അങ്ങനെ എഴുതണമെന്നില്ല. റേഷ്യോ കൂടുതലാണോ എന്ന് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളത് കാര്യം ചെയ്യാം. നമുക്ക് റോ വൈയുടെ കാര്യമല്ലേ അറിയുള്ളൂ. റോയുടെ കാര്യം റോ വൈ ഐസെൻട്രോപിക് ഈസ് ഗ്രേറ്റർ ദാൻ റോ ബൈ ഷോക്ക്. വേർഡ്സിൽ ഏതാണെങ്കിൽ ഫൈനൽ ഡെൻസിറ്റി ഇൻ ഐസെൻട്രോപിക് എന്താ വരിക? ഐസെൻട്രോപിക് പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ഷോക്ക് പ്രോസസ് ഷോക്ക് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചില്ലേ? ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത പ്രോബ്ലം ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.